അല്ല, സർ, പിണറായി വിജയനെ മുസ്ലിം വിരുദ്ധനായി ബോധപൂർവം ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഇന്ന് വ്യാപകമായി നടക്കുന്നുണ്ട്. ശരിക്കും ഒറ്റ ചോദ്യമേ ചോദിക്കാൻ, പിണറായി വിജയൻ ഭരണം ഏറ്റതിന് ശേഷം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്ത് കുറവുണ്ടായി, എന്ത് കുഴപ്പമുണ്ടായി? അവർക്ക് 5 നേരവും പള്ളിയിൽ പോകാനും നമസ്കരിക്കാനും ഒതുവെടുക്കാനും അല്ലെ എന്തെങ്കിലും തടസ്സം കേരളത്തിലുണ്ടായിട്ടുണ്ട്? മതപരമായ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായി? വളരെ സുരക്ഷിതമായി മതന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കേരളം തന്നെയല്ലേ? അവിടെയാണ്, അതാണ് വൈരുദ്ധ്യം. ഇപ്പോ ക്രിസ്മസ്, ഇപ്പൊ നമ്മള് ക്രിസംഖി എന്ന് നമ്മൾ പറയും. ഞാൻ ചോദിച്ച, ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ക്രിസ്മസ് ഇന്ത്യ മുഴുവൻ അവർക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞോ? ഇല്ല. പക്ഷെ കേരളത്തിൽ ആ പ്രശ്നമില്ല. ഇവിടെ ക്രിസ്മസ് കരോളല്ല, എല്ലാവരും ചേർന്നാണ്. എന്താണ് കുഴപ്പം? പിന്നെ രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അതങ്ങനെ മുസ്ലിം വിരുദ്ധമാണെന്ന് അത് മുസ്ലിങ്ങളുടെ ഹോൾസെയിൽ മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുകയാണ്. ആണോ? മുസ്ലിങ്ങളുടെ ഹോൾസെയിൽ ഒന്നും മുസ്ലിം ലീഗിനില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്നലകളിൽ അവര് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള നിലപാടായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ അതിന് മാറ്റം വന്നിരിക്കുന്നു. ഈ മതമാണ് 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 പ്രശ്നം. ഭരണം പിടിക്കുന്നത് സമുദായത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വർഗീയമല്ലേ? ആ വർഗീയ നിലപാടിലേക്ക് ലീഗ് പോകുമ്പോൾ അതിനെ എതിർക്കുക, അതെങ്ങനെ മുസ്ലിം വിരുദ്ധമാകുന്ന? മുസ്ലിങ്ങളുടെ ഹോൾസെയിൽ ഒന്നും മുസ്ലിം ലീഗ് എടുക്കണ്ട. അവർ ഇന്നലകളിൽ ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്ത് പറഞ്ഞിട്ടുള്ളവരാണ്. പക്ഷെ ഇപ്പം മിണ്ടാട്ടമില്ല. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണല്ലോ. നമുക്ക് രാഷ്ട്രീയമായ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നതിന് അതില് പിണറായി വിരുദ്ധൻ മുസ്ലിം വിരുദ്ധൻ, പിണറായി മുസ്ലിം വിരുദ്ധനാന്ന് പറയുക ഏത് മാനദണ്ഡത്തിലാണ്, ഏത് അളവുകൾ വെച്ചിട്ടാണ്? നമ്മുടെ തലശ്ശേരി കലാപം നമുക്ക് ഓർമ്മയുണ്ട്. ആ തലശ്ശേരി കലാപത്തില് ഏറ്റവും പ്രധാനപ്പെട്ട, അവിടെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് വഹിച്ച പിണറായി വിജയനാണ്.